ADGP അജിത് കുമാറിന് കുരുക്കു മുറുകയാണ്. മുറുകാതിരിക്കില്ല, കാരണം കളിച്ച തോന്നിയാസവും അങ്ങനെയാണ്. ഭരിച്ചിരുന്ന പിണറായി വിജയനാണ് ഈ ലോകം അവസാനിക്കുന്നതുവരെയും മുഖ്യമന്ത്രി എന്ന് വിചാരിച്ച അജിത് കുമാർ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയേണ്ടി വരുമ്പോൾ ആ പിണറായി വിജയൻ രക്ഷയ്ക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കണ്ടെത്തിയതോടെ DGP ആകേണ്ടി വന്ന സമയം അടുത്തു വരുമ്പോൾ വെറും 17 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ പുറത്തേക്ക് പോകേണ്ടുന്നൊരു ഗതികേട് അജിത് കുമാറിനുണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. അതായത് നവകേരള യാത്രയിലെ ഗൺമാൻമാരുടെ മർദ്ദനം, അത് കേരളം വളരെ വേദനയോടുകൂടിയാണ് കണ്ടുനിന്നത്. അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് SIT കണ്ടെത്തിയ ADGP MR അജിത് കുമാറിനോട് ഇപ്പോഴിതാ വിശദീകരണം തേടാനൊരുങ്ങിയിരിക്കുകയാണ് DGP. SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ ഒരു കടമ്പ എന്നുള്ള രീതിയിലാണ് വിശദീകരണം തേടുന്നത്. MR അജിത് കുമാറിൻ്റെ വിശദീകരണം ലഭിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറാൻ പോവുകയാണ്. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് DGP ശുപാർശ ചെയ്യുമെന്നും ഏകദേശം ഉറപ്പായ മട്ടാണ്. DGPയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയൊരു യാത്രയുടെ ഭാഗമായി ഗൺമാൻമാർ അടക്കമുള്ളവർ മർദ്ദിച്ചവശരാക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേരളം വളരെ വേദനയോടുകൂടി നോക്കി നിന്നു. ആ കേസിൽ അട്ടിമറി സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്നാണ് SIT കണ്ടെത്തിയത്. ആ തിരുത്തിയ മനുഷ്യൻ്റെ പേരാണ് ADGP MR അജിത് കുമാർ എന്നത്. ഒരു പോലീസ് സേനയിലും ഇദ്ദേഹത്തെ വെച്ച് പുറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. തെളിവില്ല എന്ന് വരുത്തി പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയൊരു ADGP, അത് കണ്ടെത്തിയ SITയുടെ ഈ പ്രധാനപ്പെട്ട റിപ്പോർട്ട്, അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയതാണ്. ആ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ADGP അജിത് കുമാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു തിരുത്തൽ നടത്തിയത് എന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. അത് അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയതുമാണ്. അജിത് കുമാറിനെതിരെ മുൻ അന്വേഷണ സംഘത്തിൻ്റെ മൊഴി ആ റിപ്പോർട്ടിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അജിത് കുമാർ തങ്ങളെ ADGP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചു എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അതായത് 2 വർഷം മുമ്പ് ചൂരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞു നിൽക്കുന്നൊരു സമയത്താണ് അജിത് കുമാർ വിളിപ്പിച്ചതെന്നും ഓഗസ്റ്റ് 12, 13, 14, 15 തീയതികളിലായി പോലീസ് ക്ലബിൽ താമസിപ്പിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടത് എന്നുമാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ദുരന്തം കഴിഞ്ഞ സമയമായതിനാൽ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിക്കില്ല എന്നും ആരും അറിയില്ലെന്നും അജിത് കുമാർ പറഞ്ഞതായും ഈ മൊഴിയിലുണ്ട്. MR അജിത് കുമാർ വളരെ മോശമായി പെരുമാറിയെന്ന് ഒരു SI പറഞ്ഞതും മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ആ SIക്ക് ദേഹാശ്വാസം വന്ന കാര്യവും അദ്ദേഹം മൊഴി നൽകിയതും ഈ റിപ്പോർട്ടിലുണ്ട്. ഇത് തെളിയിക്കാനുള്ള മെഡിക്കൽ റിപ്പോർട്ടടക്കം SI സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാനസികമായും ശാരീരികമായും കീഴുദ്യോഗസ്ഥരെ പീഡിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടുകളാണ് ADGP അജിത് കുമാർ കോൺഗ്രസിനെതിരെ എക്കാലത്തും ഉപയോഗിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും MR അജിത് കുമാർ പുറത്തേക്കുള്ള യാത്രയിലാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ MP KC വേണുഗോപാലിൻ്റെ ഇടപെടലും വളരെ ശക്തമാണ്. യൂത്ത് കോൺഗ്രസുകാർക്ക് നീതി കിട്ടണമെന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എക്കാലത്തും കോൺഗ്രസിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയൊരു ADGP അജിത് കുമാർ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീണിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.